വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ട്രാവൽ വ്ളോഗ് ആയാലോ. നമ്മൾ പോണത് എറണാകുളത്തേക്കാണ്. എറണാകുളത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇറങ്ങിയതാണ്. ഒരു ബിസിനസ് സംബന്ധമായ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് പോകുന്നതാണ്. നമ്മളൊരു 5 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ വിചാരിച്ചു സുബൈ നിസ്കരിച്ചിട്ട് ഇറങ്ങാമെന്ന്. പിന്നെ ഒരുങ്ങി താങ്ങി ആയപ്പോൾ 6 മണിക്കൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ ബ്ലോക്കും കാര്യങ്ങളും എല്ലാം ആയിട്ട് നമ്മൾ എത്താൻ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഒരു 12 മണി ആ സമയത്താണ് നമ്മൾ എത്തിയത്. പിന്നെ മക്കൾസൊക്കെ നല്ല ഉറക്കമാണ്. പിന്നെ പെട്രോൾ പമ്പിലൊക്കെ നിർത്തി നമ്മളൊക്കെ ഒന്ന് ഫ്രഷായി മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി ഭയങ്കര വിശന്ന് വലഞ്ഞാണ് കയറുന്നത്. അപ്പോൾ 10:30 സമയമായിക്കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ മക്കളൊക്കെ നല്ല ഉറക്കിയായിരുന്നു. എന്തായാലും അവർക്ക് ഉറക്ക് തെളിയട്ടെ എന്നിട്ട് കഴിക്കാതിരുത്തി നിന്നതാണ്. പിന്നെ നല്ല സമയം പിടിച്ചു. 10:30 സമയമൊക്കെ ആയപ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വിശന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സാധനമൊക്കെ ഓർഡർ ചെയ്ത് വന്ന് നോക്കുമ്പോഴോ പൊറാട്ടയൊന്നും വെന്തിട്ടുമില്ല. മസാല ദോശ നെയ്റോസ്റ്റും പിന്നെയും പ്രശ്നമില്ല. പക്ഷേ പൊറോട്ട തീരെ വെന്തിട്ടില്ല. പൊറോട്ടയും മീൻകറിയാണ് ഓർഡർ ചെയ്തത്. മീൻകറിയൊക്കെ തണുത്ത് ഇങ്ങോട്ട് ഇതായിക്കണം. എന്താ അറിയില്ല, തലേന്നത്തതാണോ ഒന്നും നമുക്കറിയില്ല. പിന്നെ അവിടുന്ന് ഫുഡും കഴിച്ച് നമ്മൾ ഇറങ്ങി. വിശപ്പൊന്നും അടങ്ങിയിട്ടില്ല. കാരണം ഞങ്ങൾ മുഴുവൻ കഴിച്ചിട്ടില്ല, അങ്ങനെ ഇട്ട് പോന്നൊക്കെയാണ്. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി പിന്നെ യാത്ര തുടർന്നു. തൃശ്ശൂർ എങ്ങാണ്ട് എത്തിയിട്ടുള്ളൂ. അങ്ങനെ നമ്മളെ യാത്ര തുടർന്നു. അങ്ങനെ എന്താ നല്ല അടിപൊളി റോഡിലെ നമ്മളെ മലപ്പുറം ജില്ലത്തെ റോഡൊക്കെ കണ്ടാണ്ടല്ലോ, കുണ്ടും കുഴിയും നല്ല അടിപൊളി റോഡ്. പെട്ടെന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ എറണാകുളത്ത്. ഈ ഹൈവേക്കടെ കയറിയാൽ നല്ല സുഖം. അപ്പം എറണാകുളം സിറ്റിയിലെത്തി. നമ്മളെവിടെ എത്തിയതെന്നൊന്നും അറിയണില്ല. കാരണം നമ്മൾ ഫിലിമും കണ്ട് അങ്ങനെ പോവുകയാണ്. ആ ഫിലിം ഏതാണ് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് പറയണേ, കമൻറ്റ് ചെയ്യണേ. നമ്മൾ എന്തോ ചെമ്മീൻ കെട്ടോ എന്തോ ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ കാണിച്ചു തന്നു. കായലിൽ ചെമ്മീൻ കെട്ട് പറഞ്ഞാണ്ട് അങ്ങനെ കുറേ മൂപ്പര് കാണിച്ചു തന്നു. നമ്മളങ്ങനെ ചിന്ന മിന്നും പാട്ട് പാടി നമ്മളങ്ങനെ എറണാകുളത്ത് എത്തി. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ നമ്മളെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു 2:30-3 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ പറ്റില്ല. അതിന് ബദൽ നമ്മൾ ബ്രഞ്ച് കഴിച്ചു. ഞങ്ങൾ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ ഫുഡ് ഐറ്റംസൊക്കെ ഉള്ളു അവിടെ. അപ്പോൾ അവിടെ ഉള്ളത് ഫ്രൈഡ് റൈസും ബർഗറും പിന്നെ ചീസ് അൽഫാമോ അങ്ങനെ എന്തോ അതൊക്കെ കഴിച്ച് നമ്മൾ അവിടുന്നും ഇറങ്ങി. നമ്മളിനി നേരെ പോണ ലുലു മാൾക്കാണ്. എന്തായാലും വന്നതല്ലേ ലുലു മാൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോവാം. മോളൂസ് കുറേ ദിവസമായി എനിക്ക് ലുലു മാൾ കാണാൻ പോകല്ലേ പെച്ചിയേറിന് തുള്ളൽ തുടങ്ങിയിട്ട്. അപ്പോൾ പിന്നെ അതും കാണിച്ചു കൊടുക്കാൻ വിചാരിച്ച് പിന്നെ അങ്ങനെ നമ്മൾ ലുലു മാളിലെത്തി. കോഴിക്കോട് ലുലു മാൾ ഉണ്ട്, അത് കാണിച്ചു കൊടുത്താൽ കുട്ടിക്ക് അത് പറ്റില്ല. നമ്മൾ ഇന്നാൾ കണ്ടില്ലേ വലിയ ലുലു മാൾ, അങ്ങോട്ട് പോവാന്നാണ് അവൾ പറയണത്. എന്നാൽ വലിയ ലുലു മാൾ തന്നെ നമുക്കൊക്കെ കാണിച്ചു കൊടുക്കുക, പാർക്കിൽ കളിപ്പിച്ച് കൊണ്ടുവരാൻ വിചാരിച്ച് നമ്മൾ പോയി. നമ്മളങ്ങനെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇഷ്ടം ശിവരാത്രി ഓഫ് ഡേയും കൂടിയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ലുലു മാളിൽ. കാരണം ഒരു ഒഴിവുള്ള ദിവസം എല്ലാവരും അങ്ങനെ തന്നെയാണ്. പിന്നെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയപ്പോൾ മക്കൾക്ക് പഴം വാങ്ങിച്ചായിരുന്നു. അപ്പോൾ 2 ആളും അവിടെ ഇരുന്ന് അത് ഫുള്ള് കഴിച്ച് തീർത്തു. 1 കിലോ റോബസ്റ്റ് ഫുള്ള് 2 ആൾ അവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ ഒരു പീസ് എടുത്ത് ഞാൻ മോനൂസിനും കൊടുത്തു, ചെറിയ കുട്ടിക്കും കൊടുത്തു. പിന്നെ മോളൂസ് ചെരുപ്പ് ഇടാൻ മറന്നിരുന്നു. ആ ചെരുപ്പ് വാങ്ങി. ലുലു ഫാഷൻ സ്റ്റോറിൽ പോയി ഒരു ചെരുപ്പ് വാങ്ങി അതും ബില്ലാക്കി നമ്മൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരാൾ കാട്ടുന്ന പിരാന്താണ്. അവനിങ്ങനെ അവിടെ ഇങ്ങനെ നിന്നിട്ട് ഇരിക്കുക. പേടിയാണ് അങ്ങനത്തെ സ്ഥലത്തൊക്കെ. അങ്ങനെ ആരെങ്കിലും കുട്ടീനെ ബാക്കിൽ നിന്ന് വലിച്ചാൽ അറിയില്ലല്ലോ. പിന്നെ ഓന് എടുക്കാൻ സമ്മതിക്കണില്ല. അപ്പോൾ മൂപ്പര് കയ്യും പിടിച്ച് നടക്കുകയാണ്. പിന്നെ ചെരുപ്പ് ഇഷ്ടമായോ ചോദിച്ചപ്പോൾ നല്ല ഇഷ്ടമായി. ക്യാമറ ഓണാക്കിയിട്ട് ഒരാൾ അന്തം വിട്ട് നോക്കി. ഹായ്, ഓ എന്താ ചിരി. പിന്നെ അവലെ എൻജോയ്മെൻറ്റിനായിട്ട് നമ്മൾ പോയിട്ടോ. അതുപോലെ പാർക്കിക്ക് കൊണ്ടുപോയി. നമ്മൾ ലിഫ്റ്റിൽ കയറിയ പോയത്. അതിൻ്റെ ഇടയിൽ മൂപ്പർക്ക് വാഷ്റൂമിൽ പോകണം പറഞ്ഞുകൊണ്ട് കുട്ടികളൊക്കെ എൻ്റെ അടുത്താക്കി. അവർ നിലത്തിരിക്കുക, മണ്ടിപ്പായ, ഓടിക്കളിക്കുക, എന്തൊക്കെ ചെയ്യണു. മൂപ്പര് വരോളം തന്നെ അങ്ങനെ മൂക്കൊണ്ട് ശഞ്ഞ വരപ്പിച്ചിരിക്കണേ. പിന്നെ അവിടെ കണ്ടപ്പോൾ ഇങ്ങനെ നല്ല അടിപൊളിയായി തോന്നിയപ്പോൾ ഇങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്ത് നിങ്ങൾക്കും കാണിച്ചു തന്നതാണ്. പിന്നെ നമ്മളങ്ങനെ പാർക്കൊക്കെ പോയി. അവരെ പാർക്കിൽ നിന്ന് പിടിച്ചാൻ കിട്ടണ്ടേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച. താത്ത പോണീൻ്റെ പിന്നാലെ അനിയനും പോകുന്നുണ്ട്.
കുറച്ച് നേരം ഒരു അരമണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇവനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരുത്തിച്ച് നോക്കി അവൻ്റെ ഇതെന്താ അറിയാൻ. പിന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ടോ. അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഫ്രഷ് ഐസ്ക്രീം, ലൈവ് ഐസ്ക്രീം ഉണ്ടല്ലോ, അത് ഉണ്ടാക്കണ കണ്ടപ്പോൾ ഒരു പൂതി വാങ്ങിക്കാൻ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരൊറ്റ വാങ്ങിച്ചു. സ്ട്രോബെറി ഫ്ലേവറാണ് വാങ്ങിച്ച്. അപ്പോൾ അത് ഉണ്ടാക്കണ കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ നമ്മളെ ഫ്ലേവർ ഉണ്ടാക്കുക കേട്ടോ. സ്ട്രോബെറി നന്നായി ക്രഷ് ചെയ്തേക്ക് എന്തൊക്കെയോ ആഡ് ചെയ്യുന്നുണ്ട്, എന്താണാവോ. സ്ട്രോബെറി ഒറ്റക്കല്ല, എസെൻസും ചേർക്കുന്നുണ്ട് തോന്നുന്നു. പിന്നെ കഴിക്കുമ്പോൾ നല്ല ഫ്ലേവർ വരുന്നുണ്ട് എസെൻസിൻ്റെ. വീഡിയോസിലൊക്കെ കണ്ടു ഇങ്ങനത്തെ ഐസ്ക്രീം ഉണ്ടാക്കണൊക്കെ കണ്ടിരിക്കണമെന്നല്ലാതെ ഞാൻ പോകുമ്പോൾ അങ്ങനെ ജസ്റ്റ് നോക്കി പോകുന്നല്ലാതെ ഇത് ഇങ്ങനെ ഫുള്ളായിട്ട് ഇരുന്ന് ഇതുവരെ കണ്ടില്ല, വാങ്ങിച്ചിട്ടുമില്ല. അപ്പം രസമായിട്ട് ഇങ്ങനെ വാങ്ങിയതാണ്, നമുക്ക് വീഡിയോ എടുക്കും ചെയ്യാതിരുത്തി അങ്ങനെ വാങ്ങിച്ചാണ്. ഓരോ ഫ്ലേവറിൻ്റെ റേറ്റ് തോന്നുന്നു. സ്ട്രോബെറിൻ്റെ ഫ്ലേവറിന് 170 രൂപ എങ്ങാണ്ടാണ്. അതിൽ മുന്നിൽ വെച്ചിട്ട് ലൈവായിട്ട് ഉണ്ടാക്കി നമ്മളെ കയ്യിൽ തന്നു. അടിപൊളിയാണ്. സാധാ സ്ട്രോബെറി ഐസ്ക്രീം, അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഫ്ലേവറായിട്ട് അങ്ങനെയൊന്നുമില്ല. സാധാ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സ്ട്രോബെറി ഐസ്ക്രീം തന്നെ. ഇത് ലൈവായിട്ട് ഉണ്ടാക്കി കാണിക്കേണ്ടത് മാത്രമേ ഉള്ളൂ, അല്ലാത്ത ഡിഫറൻസ് ഒന്നും ഇല്ല. ഐസ്ക്രീം ഉണ്ടാക്കൽ അങ്ങനെ ലാസ്റ്റ് ഇതിക്ക് സ്റ്റേജിക്ക് എത്തിയിട്ടുണ്ട്. എന്താ അടിപൊളി രീതിയിൽ അവയിൽ റോൾ ചെയ്യണത്, അതൊക്കെ നല്ല അടിപൊളിയായി ഡെക്കറേറ്റ് ചെയ്ത് ഉണ്ടോ. ആ വെക്കണ കൈ കൊണ്ട് അവർ തൊടണില്ല, അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഒക്കെ ഒരു കയ്യിന് ഗ്ലൗസ് ഇട്ട് നല്ല നീറ്റിലാണ് അവർ ചെയ്യണത്. പിന്നെ അവർ ഒരു സ്ട്രോബെറിൻ്റെ ഒരു പീസ് എടുത്ത് അത് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ എന്തോ മിഠായി പോലത്തെ എന്തോ സാധനം വെച്ചു. പിന്നെ എന്തൊക്കെയോ എസെൻസ് ഒഴിച്ചു. പിന്നെ എന്താ ഷുഗർ ബോൾസ് ഇല്ലേ, അതൊക്കെ ഇട്ട് തന്ന്. എന്നിട്ടാണ് നമ്മളെ കൈക്ക് ടിഷ്യൂ കൂട്ടിക്കാണ്ട് നമ്മളെ കയ്യിലേക്ക് തന്നു, സ്പൂണൊക്കെ വെച്ച്. നല്ല അടിപൊളി, നല്ല ടേസ്റ്റും തന്നെ. സ്ട്രോബെറി ഫ്ലേവർ, അതിൽ സ്ട്രോബെറി ചെറുതായിട്ട് കടിക്കാണ്ട്, അത്രേ ഉള്ളൂ ഡിഫറൻസ്. പാത്തുമ്പോൾ അതിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക, കട്ട വെയിറ്റിന് അതിനുള്ള കൈ കിട്ടിയപ്പോൾ ഒരു സന്തോഷം. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിട്ടോ. അവിടുന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോന്നു. അവിടുന്ന് അവിടുന്ന് അങ്ങോട്ട് തിരിച്ചിട്ടുള്ളൂ ഒരു അരമണിക്കൂറൊക്കെ ആയേക്കും. മക്കളൊക്കെ നല്ല ഉറങ്ങി. പിന്നെ നമ്മൾ വൈക്കന്ന് തട്ടുകടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മളങ്ങനെ വീട്ടിൽ പോന്നു. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.